ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഒന്നാം ക്ലാസ്സിലെ സൺഡേ കേറ്റീസം ഹാഫ് ഇയർലി എക്സാം 2011 ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പരിചയപ്പെട്ടാലോ. ഒന്നാമത്തെ സെക്ഷൻ പേരു പറയുക. ഒന്നാമത്തെ ചോദ്യം, പുല്ലും പൂവും പൂന്തോപ്പും സുന്ദര സസ്യലതാദികളും നിറയും മോഹനമീ ലോകം ആരുടെ കരവിരുതാണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ സ്ത്രീ ആരെ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എല്ലാറ്റിനെയും ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചതാരെ? നാലാമത്തെ ക്വസ്റ്റ്യൻ, ഈശോ ജനിച്ചതെവിടെ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഈശോയുടെ വളർത്തു പിതാവ്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതം, 5 ക്വസ്റ്റ്യനും കൂടി 5 മാർക്കാണ്. ഇനി അടുത്ത സെക്ഷൻ നോക്കാം. രണ്ടാമത്തെ സെക്ഷൻ പൂരിപ്പിക്കുക. ആറാമത്തെ ക്വസ്റ്റ്യൻ, ദൈവം ആദിയിൽ പുരുഷനും സ്ത്രീയുമായി ഡാഷിനെ സൃഷ്ടിച്ചു. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, അപ്പനേക്കാളും അമ്മയേക്കാളും കൂടുതൽ ഡാഷ് എന്നെ സ്നേഹിക്കുന്നു. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, സൃഷ്ടിച്ച എല്ലാറ്റിനെയും ഡാഷ് കാത്തു പരിപാലിക്കുന്നു. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, എന്നെ കാത്തു സൂക്ഷിക്കാനായി ദൈവം ഡാഷ് തന്നിരിക്കുന്നു. പത്താമത്തെ ക്വസ്റ്റ്യൻ, ഈശോയുടെ പിറന്നാളാണ് ഡാഷ്. അപ്പോൾ ഈ ഡാഷ് ഉള്ളിടത്തൊക്കെ നമ്മളെ ഉത്തരം പറയണം. ഓരോ മാർക്ക് വീതം 5 മാർക്കാണ് ഈ 5 ക്വസ്റ്റ്യനും കൂടിയിട്ട് ലഭിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം. മൂന്നാമത്തെ സെക്ഷൻ ശരിയോ തെറ്റോ എന്ന് പറയുക. 11ാമത്തെ ക്വസ്റ്റ്യൻ, പകൽ ചന്ദ്രനും നക്ഷത്രങ്ങളും വെളിച്ചം നൽകുന്നു. 12ാമത്തെ ക്വസ്റ്റ്യൻ, എല്ലാം ദൈവം സൃഷ്ടിച്ചു. 13ാമത്തെ ക്വസ്റ്റ്യൻ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും അതിലുള്ള സർവ്വതും സൃഷ്ടിച്ചു. 14ാമത്തെ ക്വസ്റ്റ്യൻ, ജീവൻ നൽകുന്നത് ദൈവമല്ല. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ ദൈവത്തെ സ്നേഹിക്കേണ്ട. 16ാമത്തെ ക്വസ്റ്റ്യൻ, പക്ഷികളെയും മൃഗങ്ങളെയും ദൈവം തീറ്റിപ്പോറ്റുന്നു. 17ാമത്തെ ക്വസ്റ്റ്യൻ, സൃഷ്ടികളായ മനുഷ്യർ എപ്പോഴും സൃഷ്ടാവായ ദൈവത്തെ സ്തുതിച്ചിരുന്നു. 18ാമത്തെ ക്വസ്റ്റ്യൻ, ദൈവം തൻ്റെ പുത്രനെ നമുക്കായി അയച്ചു. 19ാമത്തെ ക്വസ്റ്റ്യൻ, ദൈവം എല്ലാവരുടെയും പിതാവല്ല. 20ാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ പുരുഷൻ ആദം. ഈ 10 ക്വസ്റ്റ്യൻസിന് ഓരോ മാർക്ക് വീതം 10 മാർക്കാണ് ഈ സെക്ഷനിൽ നിന്ന് ലഭിക്കുന്നത്. ഈ സെക്ഷനിൽ ശരിയായതിന് ശരിയെന്നും തെറ്റായതിന് തെറ്റെന്നും പറയുക എന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം. 4ാമത്തെ സെക്ഷൻ ഉത്തരം പറയുക. 21ാമത്തെ ക്വസ്റ്റ്യൻ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതെങ്ങനെ? 22ാമത്തെ ക്വസ്റ്റ്യൻ, ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിച്ച ഏതെങ്കിലും 4 കാര്യങ്ങൾ എഴുതുക. 23ാമത്തെ ക്വസ്റ്റ്യൻ, ഏതെല്ലാം വിധത്തിലാണ് ദൈവം നമ്മെ പരിപാലിക്കുന്നത്? 24ാമത്തെ ക്വസ്റ്റ്യൻ, മാലാഖമാർ ആട്ടിടയന്മാരെ അറിയിച്ച സന്തോഷവാർത്ത എന്ത്? 25ാമത്തെ ക്വസ്റ്റ്യൻ, സൃഷ്ടികളായ മനുഷ്യർ എപ്പോഴൊക്കെയാണ് ദൈവത്തെ സ്തുതിച്ചിരുന്നത്? ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് വീതം, 5 ക്വസ്റ്റ്യനും കൂടി 20 മാർക്കാണ് ഈ സെക്ഷനിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം. 5ാമത്തെ സെക്ഷൻ പ്രാർത്ഥന ചൊല്ലുക. 26ാമത്തെ ക്വസ്റ്റ്യൻ, നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് 4 മാർക്കാണ്. ഇനി അടുത്തത് 6ാമത്തെ സെക്ഷൻ പാട്ട് പാടുക. 27ാമത്തെ ക്വസ്റ്റ്യൻ, സർവശക്തനായ ദൈവം എന്ന് തുടങ്ങിയുള്ള പാട്ട് പാടി വാഴ്ത്തിയിടാം എന്ന് വരെ നമുക്ക് പാടണം. ഈ പാട്ട് പാടുമ്പോൾ 6 മാർക്കാണ് ഈ സെക്ഷനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. ബൈ.